റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു സുന്ദരമായ സംഭവം ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ അന്തി ഉറങ്ങേണ്ടുന്ന സമയമാണ്, അന്തി ഉറങ്ങേണ്ടുന്ന ദിവസമാണ്. ആയിഷ ബീവിയും റസൂലുള്ളാഹിയും രാത്രി വിരിപ്പിലേക്ക് കിടന്നു. ഹദീസിൽ കാണാം, രാത്രി അർദ്ധരാത്രിയും പിന്നിട്ടും നട്ടപ്പാതിര നേരത്ത് റസൂലുള്ളാഹ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് നെട്ടി എഴുന്നേറ്റു. പ്രവാചകൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഹദീസിലുണ്ട്, അന്നീ ഖദ് റഖൈതു, പ്രവാചകൻ പറയാണ്, ആയിഷ ബീവി ഉറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. സുമ്മ ഇൻതഅല റുവൈദൻ, വളരെ സാവകാശമാണ് ഞാൻ എഴുന്നേറ്റത്. റുവൈദൻ എന്ന് പറഞ്ഞാൽ വളരെ സാവകാശം ഞാൻ എഴുന്നേറ്റു. സുമ്മ അഖദ റിദാ റുവൈദൻ, ഞാൻ വളരെ സാവകാശം ആ റൂമിൽ പതിയെ നടന്നുപോയി എൻ്റെ വസ്ത്രം ഞാൻ ധരിച്ചു. സുമ്മ ഫതഹ ബാബ റുവൈദൻ, വളരെ സാവകാശം വീടിന്റെ ഡോറിന്റെ അടുത്ത് പോയി വളരെ സാവകാശം വീടിന്റെ ഡോർ തുറന്നു. വഖറജ, ഞാൻ വീടിന്റെ പുറത്ത് കടന്നു. വഅജാഫഹു റുവൈദൻ, വളരെ സാവകാശം എൻ്റെ വീടിന്റെ ഡോറ് ഞാൻ അടച്ചു. അപ്പോൾ റസൂലുള്ളാഹി മനസ്സിലാക്കിയത് ആയിഷ ബീവി ഉറങ്ങിയിരിക്കണതാണ്. പക്ഷേ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു, പിയ്യാപ്പിൾ എന്താ ചെയ്യുന്നതെന്ന്. റസൂൽ എഴുന്നേൽക്കുന്നു, പോകുന്നു, വസ്ത്രം ധരിക്കുന്നു, വല്ല പോകുന്നു, വാതിൽ തുറക്കുന്നു, വീടിന്റെ പുറത്ത് കിടക്കുന്നു. ആയിഷ ബീവി വീട്ടിന്റെ പുറത്ത് കടന്നതോടുകൂടി ഹദീസിൽ കാണാം, ഫഖീർതു അലൈഹിന, റസൂലുള്ളാഹിനോട് എന്തെന്നില്ലാത്തൊരു ദേഷ്യവും ഈർഷ്യതയും ആയിഷ ബീവിക്ക് തോന്നിയെന്ന. കാരണം ആയിഷ ബീവിയുടെ മനസ്സിൽ അപ്പോഴേ കോടിയെത്തിയത്, പ്രവാചകൻ എന്റെ കൂടെ അന്തിയുറങ്ങേണ്ടുന്ന സമയം റസൂലുള്ളാഹ് രാത്രി നീച്ച് മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോവുകയാണോ? എങ്ങോട്ടാ റസൂൽ പോണത്? ആയിഷ ബീവിയും വിടാൻ തയ്യാറായില്ല. ഇതേ രൂപത്തിൽ വസ്ത്രം ധരിച്ച് നട്ടപ്പാതിര നേരത്ത് തന്റെ പുതിയാപ്പിളുടെ കൂടെ തന്റെ ഭർത്താവിനെ പിന്തുടരാൻ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ പിന്തുടരാൻ. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഴുവൻ ഉദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പോയത് ജന്നത്തുൽ ബഖീ ഖബർസ്ഥാനിലേക്കാണ്. ജന്നത്തുൽ ബഖീ ഖബർസ്ഥാനിലേക്ക് റസൂലുള്ളാഹി കടന്നു എന്ന് ഫറഫഅ യദൈഹി സലാസ മററാത്തിൻ, 3 തവണ റസൂലുള്ളാഹി തന്റെ കൈ ഉയർത്തി. വഅതാല ഖിയാമൻ, ഒരുപാട് സമയം റസൂലുള്ളാഹി അവിടെ സമയം ചെലവഴിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പുറകിൽ നിന്ന് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ എന്താ ചെയ്യണത് ഓരോന്നും നിരീക്ഷിക്കാൻ. റസൂലുള്ളാഹി ഒരുപാട് സമയം അവിടെ സമയം ചെലവഴിച്ച ശേഷം ഫൻഹറഫ, റസൂലുള്ളാഹി തിരിഞ്ഞു. അപ്പൊ പുറകില് ആയിഷ ബീവി ഉണ്ട്, റസൂലുള്ളാഹിനെ നോക്കി നിരീക്ഷിച്ചിരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി തിരിഞ്ഞപ്പോ ഫൻഹറഫ്തു, ആയിഷ ബീവി പറയാണ്, ഞാനും തിരിഞ്ഞു. വഅസ്റഅ, അങ്ങനെ റസൂലുള്ളാഹി നടക്കാൻ തുടങ്ങി. വഅസ്റഅതു, അപ്പൊ ഞാനും വളരെ വേഗത്തിൽ നടന്നു. ഫഹർവല, കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഓടാൻ തുടങ്ങി. ഫഹർവൽതു, അപ്പൊ ഞാനും ഓടാൻ തുടങ്ങി. ഫഅഹ്ദറ, കുറച്ച് നേരം റസൂലുള്ളാഹി ഓട്ടത്തിന്റെ വേഗത കൂട്ടി വളരെ ശക്തമായി റസൂൽ ഓടാൻ തുടങ്ങി. ഫഅഹ്ദർതു, ഞാനും വിട്ടില്ല, ഞാനും വളരെ ശക്തമായി ഓടി. ഫസബഖ്തഹു, അങ്ങനെ ഞാൻ റസൂലുള്ളാഹിനെ മുൻകടന്നു. വീട്ടിന്റെ ഉള്ളിൽ വന്ന് ഇല്ലാ ഇൽതജഅത്, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഞാൻ എൻ്റെ വിരിപ്പിൽ വന്ന് കിടന്നു. റസൂലുള്ളാഹി എന്നെ കണ്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണോ കിടന്നിരുന്നത് അതേ രൂപത്തിൽ വിരിപ്പൊക്കെ അതേ രൂപത്തിൽ ഷേപ്പാക്കി ഞാൻ അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫദഖല, റസൂലുള്ളാഹി വീട്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പൊ ആയിഷ ബീബി ഓടി വന്നിട്ട് വിരിപ്പിൽ കിടക്കുകയാണ്. അല്ല, ഒരാൾ ഓടി വന്ന് കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? ഹഷിയൻ, ആയിഷ ബീവിയുടെ നെഞ്ഞ് നന്നായി ഇടിക്കുന്നുണ്ട്. റാബിയത്തൻ, വയറ് നന്നായി വീർത്ത് മുട്ടുന്നുണ്ട്. റസൂലുള്ളാഹി വീട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ ആയിഷ ബീബി ഇങ്ങനെ കിടക്കുന്നതാ കാണുന്നത്. മാലിക്കിയ ആയിഷ, ആയിഷ നിനക്ക് എന്താ പറ്റിയത്? ഹഷിയൻ, നിന്നെ നെഞ്ഞിടിക്കുന്നുണ്ടല്ലോ. റാബിയത്തൻ, നിന്റെ വയറ് വീർത്ത് മുട്ടുന്നുണ്ടല്ലോ. മാലിക്കിയ ആയിഷ, ആയിഷ നിനക്കെന്താ പറ്റിയത്? കാലത്ത് ആയിഷ ബീവിന്റെ മറുപടി, ഇല്ല, ഒന്നുമില്ല റസൂൽ, ഒന്നും പറ്റിയിട്ടില്ല, ഒരു പ്രശ്നമില്ല. കാല, റസൂലുള്ളാഹിന്റെ തിരിച്ചുള്ള സംസാരം, ഫഅഖ്ബർതുൽ ഖബർ, എന്തോ ഉണ്ടായിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താ ഉണ്ടായി നീ എന്നോട് പറയണം. ഔല യുഖ്ബിറന്നി, ഇനി നീ എന്നോട് നടന്ന കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അൽ ലത്തീഫുൽ ഖബീർ, വാനലോകത്ത് നിന്ന് വഹീന്റെ സന്ദേശം, അള്ളാഹുവിനെ എന്താ നടന്നതെന്ന് അറിയിക്കും, അതുകൊണ്ട് മര്യാദക്ക് പറഞ്ഞോ. കുടുങ്ങി, ഭർത്താവ് പിടിച്ചു, പിയ്യാപ്പിള പിടിച്ചു. ഫഅഖ്ബർതുൽ ഖബർ, നടന്ന സംഭവം മുഴുവനും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ തലയും താഴ്ത്തി രാത്രി സമയത്ത് നട്ടപ്പാതിര നേരത്ത് തൻ്റെ വീട്ടിലിരുന്ന് റൂമിലിരുന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് വിശദീകരിക്കാൻ. ഇതിങ്ങനെ വിശദീകരിച്ച് റസൂലുള്ളാഹി ചെറു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ കേൾക്കാൻ. കേട്ട് കഴിഞ്ഞപ്പോൾ റസൂൽ ആയിഷ ബീവിയോട് പറയാണ്, ഫഅന്ത സവാദുല്ലദീ റഅയ്തു അമാമി, ഞാൻ ജന്നത്തുൽ ബഖീ ഖബർസ്ഥാനിൽ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ കണ്ട കറുത്ത നിഴൽ അത് നിങ്ങളായിരുന്നല്ലേ ആയിഷ? കാരണം റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു നിഴലിങ്ങനെ പോകുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പിന്നാലെ ഓടിയത്. ഓടി ചെന്നപ്പോൾ
അതിന്റെ വാലും തുമ്പൊന്നും കാണാനില്ല. അത് നിങ്ങളായിരുന്നല്ലേ ആയിഷ? കാലത്ത് ഐഷാബിന്റെ മറുപടി നഅം, അതെ റസൂൽ, അത് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. ആ സമയത്താണ് റസൂൽ ആയിഷ, നിന്റെ കൂടെ നിന്റെ ശൈത്താൻ വന്നോ, പിശാച്ച് വന്നോ? ഐഷാബിക്ക് അത്ഭുതമായി. എന്റെ കൂടെ ശൈത്താൻ, എന്റെ കൂടെ ശൈത്താനോ? കാല റസൂലുള്ളാഹിന്റെ മറുപടി നഅം, അതെ, നിന്റെ കൂടെ ശൈത്താനുണ്ട്. അപ്പൊ വീണ്ടും ആയിഷ ബീബി ചോദിക്കാണ്, എല്ലാ മനുഷ്യന്മാരെ കൂടെ ശൈത്താനുണ്ട് റസൂലേ? കാല റസൂലുള്ളാഹിന്റെ മറുപടി നഅം, അതെ, എല്ലാ മനുഷ്യന്മാരെ കൂടെ ശൈത്താനുണ്ട്. അപ്പൊ വീണ്ടും ചോദ്യം, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, നിങ്ങളെ കൂടെ ശൈത്താനുണ്ടോ? അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു നഅം, എന്റെ കൂടെ ശൈത്താനുണ്ട്. വലാകിൻ റബ്ബി അആനനി ഹത്താ അസ്ലിം, എന്നാൽ എന്റെ കൂടെയുള്ള ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ആ പിശാച്ചിനും എനിക്കുമിടയിൽ അള്ളാഹു ഒരു മറയിട്ടിട്ടുണ്ട്. അഥവാ അവൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവൻ ഇനി ഒരിക്കലും എന്നെ പഴപ്പിക്കാൻ കഴിയില്ല. ഇതോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ നാടിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ തലയും താഴ്ത്തിയിരിക്കുകയാണ്. റസൂലുള്ളാഹി ആയിഷ ബിവിയോട് അവസാനം ചോദിക്കുകയാണ്, ആയിഷ, നിന്റെ വിഷയത്തിൽ അള്ളാഹുവും അവന്റെ റസൂലും അനീതി കാണിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടേ ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ഒരു നുള്ളു വെച്ച് കൊടുത്തു, ഒരു പിച്ച് വെച്ച് കൊടുത്തു ആയിഷ ബീവിക്ക്. ഈ ഹദീസ് ഏറെ ശ്രദ്ധേയമാണ്. പ്രവാചകന്റെ കുടുംബജീവിതവുമായി ഏറെ സുന്ദരമായ ഹദീസിന്റെ താളുകളിൽ ഈ വിഷയത്തെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തന്റെ ഭാര്യയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മനസ്സറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തെ അവരെ കൈകാര്യം ചെയ്തു എന്ന് ഹദീസിന്റെ താളുകൾ നമ്മളെ ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ. പ്രിയമുള്ളവരെ, ഏറ്റവും സുന്ദരമായ രൂപത്തിൽ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, അവൻ കുടുംബപരമായി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഉണർത്തലുകൾ റസൂലുള്ളാഹി നൽകുകയും തന്റെ ജീവിതം കൊണ്ട് പ്രവാചകൻ കാണിച്ചു തരികയും ചെയ്തു. തന്റെ കൂടെയുള്ള അനുചരന്മാരെ ഏറ്റവും നല്ല രൂപത്തിൽ റസൂലുള്ളാഹി വിമലീകരിച്ച് ഏറ്റവും ഉത്തമ സമുദായമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സമുദായത്തെ ഉയർത്തുകയും വളർത്തുകയും ചെയ്തു. അവർക്കിടയിൽ നിലനിന്നിരുന്ന അധാർമികതകളും ജീർണതകളും, താൻ മരിച്ചാൽ തന്റെ കുടിമാടത്തിനു മുകളിൽ ഒരു മുന്തിരിവള്ളി കുടിച്ചിടണം, അങ്ങനെ ആ മുന്തിരിവള്ളിയുടെ വേരിലൂടെ ഊർന്നിറങ്ങുന്ന മുന്തിരിച്ചാർ എന്റെ ദ്രവിച്ചുപോയ എല്ലുകൾക്ക് ആസ്വദിക്കാമല്ലോ എന്ന് കവിതകളിലൂടെ വസിയത്ത് നൽകിയിരുന്ന അറബി കവികൾ ജീവിച്ചിരുന്ന കള്ളിനു വേണ്ടി, മദ്യത്തിനു വേണ്ടി, പെണ്ണിനു വേണ്ടി എല്ലാം മാറ്റിവെക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് വളരെ കൃത്യമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്, പ്രവാചക സുന്നത്തിനെ കുറിച്ച് വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന വഹിയിന്റെ സന്ദേശം റസൂലുള്ളാഹിക്ക് അവതരിച്ചത് കൃത്യമായി റസൂലുള്ളാഹി സമൂഹത്തെ പഠിപ്പിച്ചു. അങ്ങനെയാണ് അധാർമികതയുടെ പടുകുടിയിൽ വീണ് കിടന്നിരുന്ന ആ സമൂഹത്തെ വെളിച്ചത്തിന്റെ, തൗഹീദിന്റെ, സുന്നത്തിന്റെ സുന്ദരമായ ഉയർച്ചയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകകൾ എല്ലാ മേഖലയിലും നമുക്കുണ്ട് എന്ന ആത്മാർത്ഥമായ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇത് കേവലം കുടുംബജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ, സുന്നത്തുകളെ നാം അനുധാവനം ചെയ്യുന്ന വിഷയങ്ങളിലെല്ലാം പ്രവാചകന്റെ മാതൃകകൾ ഏറെ ശ്രദ്ധേയമാണ്. നമ്മുടെ നോമ്പിൽ, നമ്മുടെ നമസ്കാരത്തിൽ അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നോമ്പുമായി ബന്ധപ്പെട്ട ഈ മാസത്തിൽ പല ചർച്ചകളും നാം കാണാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പഠിപ്പിച്ച ഹദീസിന്റെ താളുകളിൽ ഏറെ ശ്രദ്ധേയമാണ്. ഒരു മാസത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, അയ്യാമുൽ ബീദിന്റെ നോമ്പുകൾ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പുകൾ എല്ലാ മാസത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി നമുക്ക് ഉണർത്തി പഠിപ്പിച്ചു തന്നതാണ്. ഒരാഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയിലെയും സുന്നത്ത് നോമ്പ് റസൂലുള്ളാഹി സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില പ്രത്യേക രാവുകളെ ചില പ്രത്യേക രൂപത്തിൽ ഖാസായി ചില പ്രത്യേക പ്രാധാന്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനാഘോഷിക്കൽ ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സുന്നത്തുകൾ ആത്മാർത്ഥമായി ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. ഇതര സമൂഹങ്ങളിൽ ക്രിസ്മസിന്റെ കരോള് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ക്രിസ്തുമസിന്റെ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ ഓണമാകുമ്പോ മാവേലിയെ നാം കണ്ടിട്ടുണ്ട്. ഇതേ രൂപത്തിൽ ബറാഅത്തിന്റെ കരോൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ജീവിതത്തെ എല്ലാ മേഖലയിലും ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം.